നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. 1202 പുതിയ വർഷം ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ചോതി നക്ഷത്രം തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് ഈ വർഷം വളരെ നല്ല കാലമാണ്. വേഴം 10ലും 11ലും നിൽക്കുന്ന സമയം, ശനി 6ലും നിൽക്കുന്ന കാലം, രാഹു 5ൽ നിന്നും ഡിസംബറോടുകൂടി 4ലേക്ക് വരുന്ന ഘട്ടം. അപ്പോൾ പൊതുവെ ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരത്തിൻ്റെ കാലത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ജ്യോതിഷ ഫലങ്ങൾ പറയുന്നത്. ഈ ഗ്രഹങ്ങളുടെ സഞ്ചാര കാലങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ആണ് അസ്ട്രോണമി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയിലുള്ള ജനങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടുള്ള ഗുണദോഷങ്ങളെ നിരൂപിക്കലാണ് അസ്ട്രോളജി എന്ന് പറയുന്നത്. രണ്ടും തമ്മിലൊരു ബന്ധമില്ല എന്ന്, ഒരു അറിവുമില്ലാത്ത ജ്യോതിഷം എന്തിനാണെന്നും അസ്ട്രോണമി എന്തിനാണെന്നും അസ്ട്രോളജി എന്തെന്ന് അറിയാൻ പറ്റാത്ത പല പണ്ഡിതന്മാരും നമ്മളെ നാട്ടിൽ മണ്ടന്മാരായിട്ട് പലതും പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വാധീനം ജനങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, സൂര്യൻ്റെ ചൂടടിക്കുമ്പോൾ വലിയ കിണറ്റിലെ വെള്ളം വറ്റിപ്പോണ്, തോട്ടിൽ, ആറ്റിൽ, കടലിലെ വെള്ളങ്ങൾ വറ്റിപ്പോണ്. ഇത് എങ്ങോട്ട് പോകുന്നു? അപ്പം ആ ചൂട് കൊണ്ട് അത് നീരാവിയായി ബാഷ്പീകരിച്ച് മേഘങ്ങളായി രൂപാന്തരപ്പെട്ട് മേഘങ്ങൾ കൂട്ടിമുട്ടി മഴയായിട്ട് വർഷിക്കുകയാണ്. ഇത് സർക്കാർ ചെയ്യുന്ന പണിയല്ല, പ്രകൃതി, സൂര്യൻ, ഗ്രഹങ്ങൾ ഇവർ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ടാണ് ഓരോരോ ഗ്രഹങ്ങളുടെയും സ്ഥിതിഗതികൾ പ്രകൃതിയിലെ ചരാചരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇന്ന് ജ്യോതിഷത്തിന് ഒരുപാട് ഭീഷണികൾ, അന്ധവിശ്വാസം, അനാചാരം എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉള്ള ഘട്ടമാണ്. അപ്പൊ ഈ ജ്യോതിഷത്തിന്റെ ഗ്രഹങ്ങളുടെ സ്വാധീനം തുലാരാശിക്കൂറുകാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, 10ലും 11ലും വേഴം സഞ്ചരിക്കുന്ന കാലം വളരെ നല്ലതാണ്. 10 എന്ന് പറയണതെന്ന് വെച്ചാൽ ഒരു ജോലിയാണ്, ജോലി സ്ഥാനമാണ്, ഉദ്യോഗസ്ഥാനം അല്ലെങ്കിൽ പ്രവൃത്തി സ്ഥാനമാണ്. ഒരു ജോലി ഇല്ലാത്തവർക്കും ഒരു ജോലി കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ. ഇവിടെ ബിരുദം, ബിരുദാനന്ദ ബിരുദമൊക്കെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി നമ്മളെ നാട്ടിനേക്കാളും കൂടുതൽ നേട്ടം കിട്ടുമെന്നുമുണ്ട് വിദേശത്തും പഠിക്കാനും ജോലിക്ക് ശ്രമിക്കുന്ന ഒരുപാട് ഭാരതീയരും കേരളീയരുമുണ്ട്. അവർക്ക് നിങ്ങളെ നാട്ടിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കിട്ടാനും, വിദേശത്ത് പോയാലും ജോലിയും പൈസയൊക്കെ കിട്ടാനും, വിദേശത്ത് കിട്ടുന്നതിനേക്കാളും ഗുണവും ഭാഗ്യവും നാട്ടിൽ കിട്ടാനും യോഗമുള്ള സമയമാണ് 10ല് വേഴഗ്രഹം സഞ്ചരിക്കുമ്പോൾ. 10 എന്ന് വെച്ചാൽ തൊഴിലാണ്. അപ്പോൾ നമുക്കൊരു തൊഴിൽ കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും പഠിക്കുന്നത്. 10-30 വർഷം കൊണ്ട് പഠിച്ചിട്ട്, 10-30 വയസ്സ് വരെ പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ട് മതി കല്യാണമൊന്നും, ജോലി കിട്ടിയതിന് ശേഷം മതി എല്ലാ വീടും ഒപ്പം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ കൊല്ലം അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും യഥാർത്ഥമാക്കാൻ പറ്റുന്ന സമയമാണ്. വീട്ടിൽ ചുമ്മാ ഇരുന്ന ഇതൊന്നും യഥാർത്ഥമാകൂല. നിങ്ങൾ ചെറിയ പ്രയത്നം നടത്തിയ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രവർത്തിക്കണം. ഉത്സാഹഭരിതരായിട്ടൊന്ന് പ്രവർത്തിച്ച് നിങ്ങൾക്ക് അറിയാവുന്നുള്ള തൊഴിലുകൾ, അറിയാവുന്നുള്ള മേഖലകൾ പഠിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലതാണ്. ചിലവരൊക്കെ ചോദിക്കും, ഞാൻ ഏത് ഫീൽഡിലാണ് ശോഭിക്കുന്നത്? ചോദ്യ നക്ഷത്രം എല്ലാ ഫീൽഡിലും ശോഭിക്കുന്ന സകല കലാവല്ലഭന്മാർ, എല്ലാത്തിനെ കുറിച്ച് അറിവുള്ളവരും കഴിവുള്ളവരുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്കിപ്പോൾ സംഗീതത്തിൽ ശോഭിക്കുന്ന വെച്ചാൽ ഇനി ഒന്നേനെ സംഗീതം പഠിച്ച് സംഗീതജ്ഞനായി രക്ഷപ്പെട്ട് വരുമ്പോൾ സമയം എടുക്കും. ചിലപ്പോൾ സംഗീതത്തിൽ മിടുക്കനായിരിക്കും, എത്രയോ സംഗീതജ്ഞർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, വേദികൾ കിട്ടാതെ, അവസരങ്ങൾ കിട്ടാതെ ഒരുപാട് കഴിവുള്ളവർ നമ്മളെ നാട്ടിലുണ്ട്. അവർക്ക് എന്തൊരു സംഗീതജ്ഞനാണ് എന്നുള്ള പേര്, പാട്ടുകാരനെന്നുള്ള പേര് എന്നുള്ളതല്ലാതെ അവർക്ക് പിള്ളേരെ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ഏത് മേഖലയും മോശമല്ല, നമ്മൾ പ്രവർത്തിച്ച എല്ലാ മേഖലയിലും ശോഭിക്കാൻ പറ്റും. 10 ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബനയേത സർവം
ചിന്തനീയം വി ദശമേന ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട്. ആ നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ സഹായം കിട്ടാൻ യോഗം, മാർഗം വഴി വെട്ടിക്കാൻ യോഗം, ആലയം വീട് വയ്ക്കാൻ യോഗം. വീട് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്, വീട് വയ്ക്കും. സർവകർമാണി, എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. വീട് വയ്ക്കാൻ പൈസ ഇല്ലാത്തവർ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നത് എനിക്കറിയാം. പഞ്ചായത്തിലെങ്കിലും എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് വീടും വസ്തുവും ഒക്കെ കിട്ടും. സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ നായകന്മാരുടെയും സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ്, അധികാരികളുടെയൊക്കെ കിട്ടും. ഒരു മുറുക്കാൻ കട തുടങ്ങിയാൽ സൂപ്പർ മാർക്കറ്റ് ആവും. നിങ്ങൾക്ക് ഏത് ബിസിനസ്സിലാണോ മേഖലയിലാണോ അതിലൊക്കെ നമ്മൾ മനസ്സ് വെച്ച് അറിയാനുള്ള തൊഴിൽ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും. രാഷ്ട്രീയം, സംഘം, സമുദായം, പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ വലിയ അധികാരം, സ്ഥാനമാനങ്ങൾ, അധിക അംഗീകാരങ്ങൾ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. കാരണം ഈ വേഴഗ്രഹം ഉച്ചത്തിലാണ് 10ൽ നിൽക്കണം. ഉച്ചം എന്ന് വെച്ചാൽ ഒരു ഗ്രഹത്തിന് 100% പവറാണ് ഉച്ചം എന്ന് പറയും. ഉച്ചത്തിൽ പൂർണ്ണബലം, മൂലക്ഷേത്രത്തിൽ മുക്കാബലം, സ്വക്ഷേത്രത്തിൽ പകുതി ബലം, ബന്ധുക്ഷേത്രത്തിൽ കാൽബലം, നീചത്തിലും മൗഢ്യത്തിലും ഗ്രഹങ്ങൾക്ക് ബലമില്ല. ഇതാണ് ഗ്രഹങ്ങളുടെ ബലാവസ്ഥയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉച്ചം എന്ന് പറയുന്നത് വളരെ ഏറ്റവും ടോപ്പ് എന്നാണ്. ഉച്ച ന്യായാലയ എന്ന് നമ്മൾ ഹിന്ദി സംസ്കൃത വാർത്തയിൽ കേൾക്കാം. ഉച്ചനീതി മന്ത്രം തെരുവിത്താറെന്ന് പറയും. ഉച്ചനീതി മന്ത്രം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി. അപ്പോൾ ഇതേപോലെ ഉച്ചത്തിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ സുന്ദസ്ഥിതേ തനുപതോ സദനസവീരാം വേദാം ദിഷാം കലു ഭവേ പ്രഥമാന തേജോന സദനം പറയാ പൈസ കിട്ടും. സവീര ഉത്സാഹം വീരത്വം കിട്ടും. ജേതാവ് എന്ന് പറയുന്നത് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും ഉന്നത വിജയവും പുരോഗതിയും കിട്ടുന്ന ആളാണ് ജേതാവ്. അപ്പോൾ മത്സരത്തിനും പരീക്ഷയ്ക്കും പോകാത്തവരെങ്ങനെ ജേതാവാകും? അതൊരു ചോദ്യം. നിങ്ങൾ ഏത് പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചാലും അവിടെ നമുക്കൊരു അംഗീകാരം കിട്ടി. അതിൻ്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഡയറക്ടറാണ്, മാനേജരാണ് എന്നൊക്കെ പറഞ്ഞ വലിയ പദവി കിട്ടുന്നല്ല, പ്രൊമോഷൻ, സാലറി, ജോബ് ഇതൊക്കെ. ഒരു സെക്യൂരിറ്റിക്കാരനായിട്ട് നിൽക്കണ ഒരുതനും വിളിച്ച് ചിലപ്പോൾ മാനേജരാക്കും കമ്പനി. അത്രയ്ക്കും വിദ്യാഭ്യാസവും കഴിവും ഉള്ള ആളാണ്, മുടുക്കനാണെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് നല്ല സ്ഥാനത്തെത്തും. ഇവർക്ക് നല്ല സ്വാധീനവും പഠിച്ചതിനേക്കാൾ സന്ദർഭ ബുദ്ധിയും ഉണ്ട്. പക്ഷെ അലസന്മാരാണ്, എന്നെ കൊണ്ട് ഒന്നും പറ്റൂലെന്ന് ചിന്തിക്കുന്നവരും കൂടിയാണ് ചോദ്യ നക്ഷത്രക്കാർ. അപ്പൊ ഹനുമാന്റെ നാളാണ്. ഹനുമാൻ സ്വാമിയുടെ ആണ് ചോദ്യ നക്ഷത്രത്തിന്റെ ദേവത. ചോദിക്ക് വായു ഭഗവാൻ. ചോദ്യ നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത വായു ഭഗവാനാണ്. ഇത് ഹനുമാനാണ്, മാരുതാത്മജൻ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കാര്യത്തിന് പോയാലും അതിലൊക്കെ വിജയിച്ച് നേടും. പക്ഷെ അവർക്ക് എന്നെ കൊണ്ട് അത് പറ്റൂല, ഇത് പറ്റൂല എന്നൊക്കെ തോന്നുന്ന ഒരു ചിന്താഗതി ഉള്ളവരാണ്. ഹനുമാൻ ഏത് മലയെടുത്ത് മറിക്കാൻ, ഏത് കടമ്പെടുത്ത് ചാടാനും പറ്റുന്നത് ഒരു ദൈവമാണ് ഹനുമാൻ സ്വാമി. ലങ്കയിൽ ചാടി സീതയെ രക്ഷിച്ചു വന്ന് ശനിയെ രക്ഷിച്ച്, അതേപോലെ മരുത്വാമലയിൽ പോയി മരുന്നിന്റെ പേര് മറന്നു ആ മലയിഞ്ഞെടുത്തുകൊണ്ട് വന്നു. അപ്പം നമുക്ക് കഴിവ് ഒരുപാടുള്ളവരാണ്. പക്ഷെ ഒരു അലസരാണ്, എന്നെ കൊണ്ട് പറ്റൂലെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളുടെ അലസത അങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് കാര്യം നമ്മൾ പ്രവർത്തിച്ചാലും ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് പറ്റും. അധികാരങ്ങൾ കിട്ടും. വേടൻ ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഗ്രഹത്തിന് കാരകത്വം എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ അത് ബുദ്ധിയും പുത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരു. അപ്പൊ ബുദ്ധി കിട്ടും, ആലോചിച്ച് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കും. കുറഞ്ഞിങ്ങനെ കറങ്ങി ഊപ്പാടുകൊണ്ടൊക്കെ നേരെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കയറാം, ചോദിക്കാന്ന് പറയും. അപ്പൊ ആ കാര്യം ഓക്കെയാവും, നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. വേറൊരാളെ നമ്മൾ സഹായിക്കണം, അയാളോട് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം ഒന്നും വേണ്ട. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരാളുടെ സംസാരിച്ച കാര്യം എളുപ്പത്തിന് സാധിക്കാം. ഒരാളെ ഏൽപ്പിച്ച അയാൾ ചിലപ്പോൾ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മളെ കാര്യം മുടങ്ങിപ്പോകും. നമ്മൾ തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി ആ കാര്യം ചെയ്യിക്കും. അങ്ങനെ ബുദ്ധിയും പുത്രരും എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്കൊക്കെ മക്കളുണ്ടാവും. ഉള്ള മക്കൾക്ക് നല്ലത് വരും. പിള്ളേരുടെ വിദ്യാഭ്യാസം, വിവാഹം, അവർക്ക് ഉദ്യോഗം, അധികാരം, അഡ്മിഷൻ, ജോലി, പൈസ, സമ്പത്ത്, സൗഭാഗ്യം, ഐശ്വര്യം, അവർക്ക് പേര്, പ്രതാപം, കീർത്തി ഇതൊക്കെ കിട്ടും. പിള്ളേരെ കൊണ്ടും നമുക്ക് സന്തോഷം കിട്ടും. ഏതൊരു അച്ഛനമ്മമാരുടെ ആഗ്രഹമാണല്ലോ മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം. അപ്പൊ മക്കളെ പഠിപ്പിച്ചാലും അവർ രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് ഭാഗ്യം വേണം. നമ്മൾ ഇതേപോലുള്ള നല്ല സമയങ്ങൾ വീണ് കിട്ടുന്ന സമയത്ത് അവർക്കൊരു നേട്ടം കിട്ടും.
അങ്ങനെ പുത്രന്മാര് സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. ആ ദേഹമർത്ഥം സ്നേഹം കൂടും. എല്ലാവരുടെ സ്നേഹവും ബഹുമാനവും നമുക്ക് തോന്നും. നമുക്ക് അവരുടെ സ്നേഹ ബഹുമാനങ്ങൾ കിട്ടും. ഗുരുത്വം, അത് അച്ഛനാണ്, ഇത് അമ്മച്ചിയാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, ഭർത്താവാണ്, എൻ്റെ ഗുരുവാണ് എന്നൊക്കെ തോന്നുന്നതൊക്കെ എല്ലാവരോടും ഒരു സ്നേഹ സൗഹൃദങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ആശ്രമത്തിലെ അമ്പലത്തിലാ പോയാൽ തിരുമേനിമാരുടെയും സ്വാമിമാരുടെയും ഒക്കെ അനുഗ്രഹവും സഹായവും ഒക്കെ കിട്ടും. അവരുടെ സഹായം കിട്ടിയിട്ട് എന്തൊരു ഗുണമെന്ന് ചിന്തിക്കരുത്. വലിയ ഗുണമാണോ? പാരമ്പര്യമായിട്ട് പൂർവികമായിട്ടുള്ള സിദ്ധികളും അറിവുകളും കഴിവുകളും ഉള്ളവരിൽ നിന്നും ഒരു വാക്കെങ്കിലും നമുക്ക് കിട്ടിയ ആ ഒരു വാക്കായിരിക്കും നമ്മളെ ഈ ജീവിതത്തിൽ നമ്മളെ വലിയതാക്കി മാറ്റുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഗുരുത്വം കിട്ടും. മന്ത്രത്വം നയവും വസയും ഗുരു. നമുക്ക് മന്ത്രജപാദികളൊക്കെ നടത്താനുള്ള താല്പര്യം തോന്നുന്നു. ജപിച്ചു നോക്കുമ്പോൾ നമുക്ക് പവർ കൂടും. മന്ത്രി എന്ന് പറയുന്നത് സാധാരണക്കാരന് മന്ത്രിയാവാൻ പറ്റുന്ന കാര്യമൊന്നല്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്കൊരവസരം കിട്ടണമെങ്കിൽ, നിങ്ങൾ നല്ല പ്രവർത്തകനാണെങ്കിൽ, രാഷ്ട്രീയത്തില പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ കിട്ടുന്ന അവസരം നിങ്ങൾ പാഴാക്കരുത്. വലിയ പദവി, അംഗീകാരവും മന്ത്രിമാരുടെ സഹായം നമുക്ക് വേണം. മന്ത്രിയാവണം വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റിയെന്നിരിക്കും. അങ്ങനെ നല്ല ഐശ്വര്യം, അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ കിട്ടുന്ന യോഗമാണ്. രാഷ്ട്രീയത്തിൽ മന്ത്രിയാണെങ്കിൽ നമ്മളെ പ്രസ്ഥാനങ്ങളിൽ ബിസിനസ് മാനായിട്ട് നല്ല ശോഭിച്ച് നല്ല സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വേഗം 10 അടുത്ത കൊല്ലം 11 ഇതിൻ്റെ ഇടയിൽ കൂടെ വേഗം ഈ കൊല്ലം തന്നെ നമുക്ക് 10-ാം മാസം മുതൽ ജനുവരി വരെ 11 വരും. ജനുവരി മുതൽ വീണ്ടും വേഗം 10 വരും. ഈ 2 വർഷം ഹീറായിട്ടിരിക്കുന്ന ആൾ ഹീറാവാനും, ഹീറായിട്ടിരിക്കുന്ന ആൾ സ്റ്റാറാവാനും, സ്റ്റാറായിട്ടിരിക്കുന്ന ആൾ സൂപ്പർ സ്റ്റാർ ആവാനും യോഗം. പിന്നെ ചില കാര്യങ്ങളിൽ നമ്മളെ പ്രേക്ഷകർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. എനിക്കൊരു ഗതിയും കിട്ടിയില്ല, അതോ ഗതി അല്ലാതെ ഒരു പുരോഗതിയും കിട്ടണില്ല എന്ന് പറയും. അതിവിടെയൊക്കെ ജാതകം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ചിലവരുടെ ജാതകത്തിൽ 8 വേഴ്, 12 വേഴ്, സർപ്പദോഷങ്ങൾ, പുതുദോഷങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ ജനിക്കുമ്പോഴേ നാശങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ ഉള്ള ജനനമാണ്. അതിന് ഗ്രഹപ്പഴ എന്ന് പറയും. അപ്പൊ ഗ്രഹപ്പഴമുള്ളവർ ഒരു കാലത്തും രക്ഷപ്പെടൂല കേട്ടോ. അത് ജ്യോത്സ്യനായിരുന്നാലും ശരി. നിങ്ങളൊക്കെ നാട്ടിൽ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ടല്ലോ. എത്ര പേര് കോടീശ്വരനായിട്ട് ജീവിക്കുന്നു? ദാരിദ്ര്യമാണ്. ആളുകളെ പറ്റിക്കണ്, അനാചാരം, അന്ധവിശ്വാസം, ആളുകളെ കൊല്ലണം എന്നൊക്കെ പറയും. ചുമ്മാ ഒരു ജ്യോത്സ്യനും ഒരു മന്ത്രവാദി ഇന്നൊരു ആരെയും കൊന്നിട്ടില്ലെന്നാണ് എൻ്റെ കണ്ടെത്തലുകൾ. ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യണം. ജ്യോതിഷവും വൈദ്യവും മന്ത്രവാദവും ഒക്കെ ഞങ്ങളെ തൊഴിലുകളാണ്, പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. നമ്മളാരും അപ്പൂപ്പന്മാരോ പൂർവികന്മാരോ ഇന്നുള്ളവരാരും കൊന്നിട്ടില്ല. മനസ്സിലായി? അപ്പൊ ഇനി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യത്തിന് പോയാലും അതൊക്കെ നമുക്ക് വിജയിച്ച് നേടാനുള്ള യോഗങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ദൈവികമായിട്ട് രക്ഷ. പിന്നെ ശനി 6 സഞ്ചരിക്കുന്നത് കൊണ്ട് മൃത്യൂർ വേദിസ ദുഃഖം ശനിരിക ഗരുതു ദാസവൃത്യാദി ഗോപീന്നാണ്. അപ്പൊ ഈ ശനി യോഗസ്ഥാനത്തും ശത്രുസ്ഥാനത്തും നിൽക്കുമ്പോൾ രോഗം ഒഴിയൂല. നമ്മൾ ആശുപത്രി പോയാൽ മാസം ചെക്കപ്പ് വേണമെന്ന് പറയും. ദുഃഖം ഒഴിയൂല. ദുഃഖം നമ്മളെ കൊണ്ട് ദുഃഖം, നമ്മളെ തൊഴിലിന് കൊള്ളാം, ജീവിതത്തിൽ കൊള്ളാം, സമ്പത്തിന് കൊള്ളാം, സന്തതിക്ക് കൊള്ളാം. ഈ ശത്രുക്കൾ നമ്മളെ കുറിച്ചില്ലാത്ത പേര്, ദോഷമൊക്കെയാതി നമ്മളെ എങ്ങനെ കരിവാരി തേക്കാൻ ശ്രമിക്കാൻ പറ്റും, എങ്ങനെ നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റും, എങ്ങനെ നമ്മളെ സ്ഥാനമാനങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കലികാലമാണ്. അപ്പോൾ അതുകൊണ്ട് കലികാലത്തിൽ നമുക്ക് കൂടുതൽ സ്നേഹിതരല്ല, ദുഷ്ടന്മാരുടെ ശക്തി വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. അതാണ് ഈ ഗുണ്ടായുസവും മയക്കുമരുന്നും കാര്യങ്ങളും സമൂഹത്തിലുള്ള കൊലപാതകങ്ങളും ഒക്കെ വർദ്ധിച്ചു വരും. അപ്പൊ ശത്രുക്കൾക്ക് നമുക്ക് ഒരുപാട് ശത്രുതകളും കാര്യങ്ങളും നേരിട്ട് നമ്മളെ പദവി, അംഗീകാരവും നമ്മളെ സ്ഥാനമാനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തള്ളിയിടാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഗുണബാധ്യതകളും കൂടും. വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാനൊക്കെ വേണ്ടി പൈസ ചിലവാകും. അപ്പൊ കുറച്ച് കടവും ലോണും ഒക്കെ ആവും. അങ്ങനെ ദുഃഖം എന്ന് പറയുമ്പോൾ ഇവരെന്തിന് എങ്ങനെ പറയണം, ഇവരെന്തിന് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കൊടുക്കാനെങ്കിലും മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എന്തായിരുന്നാലും ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് കുംഭൻ രാശി 5 നിന്ന് 4 വരും. 4 വരുമ്പോഴത്തേക്ക് നമുക്ക് വാഹനങ്ങളൊക്കെ ഓട്ടിക്കണം, സൂക്ഷിക്കണം. വാഹന അപകടം, ബന്ധുവഴി മരണ ദുഃഖങ്ങൾ,
തടസ്സങ്ങൾ. വ്യക്തിക്ക് കുഴപ്പമില്ലെങ്കിലും കുടുംബ ബന്ധങ്ങളും നമുക്ക് കുടുംബത്തിലുള്ളവർക്കുള്ള ആപത്തുക്കളും അപകടങ്ങളും മരണങ്ങളും ഒക്കെ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതാണല്ലോ. അതുകൊണ്ട് വീട്ടിലുള്ളവർക്കൊരു കുഴപ്പം വന്നാലും നമുക്കല്ലേ ആ വിഷമം. അതുകൊണ്ട് നമുക്കായിട്ട് കുഴപ്പമില്ലെങ്കിലും കുഴപ്പങ്ങൾ ഇങ്ങനെ വണ്ടിക്കും വാഹനം ക്ഷേത്രാണാമവി വാഹന സുജ വിപത്ത് എന്നാണ്. ക്ഷേത്രത്തിനും വാഹനത്തിനും വിപത്ത് എന്ന് വെച്ചാൽ വീട്ടിന് അപകടങ്ങൾ ഉണ്ടാകുന്ന വീട്ടിന്റെ സൈഡിൽ ഇരിക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് കളയണം. മരങ്ങളല്ലെങ്കിലും കൊമ്പെങ്കിലും മുറിച്ചല്ലെങ്കിൽ വീട് തകർന്നു പോവാൻ, വാഹനങ്ങൾ അപകടം സംഭവിക്കാൻ, ഒരു വസ്തു വാങ്ങിച്ച ഒരു ഭൂമി വാങ്ങിച്ച അതിൽ കുരുക്കുകളും കാര്യങ്ങളും ഒക്കെ വരും. ഇപ്പൊ ഡിജിറ്റൽ സർവ്വകാരം വന്ന നമ്മുടെ സ്ഥലത്തില്ലെങ്കിൽ എല്ലാ പെരീടും കൂടെ ഒന്നാക്കി വെച്ചിട്ട് പോകും, നമുക്കത് ബുദ്ധിമുട്ട് വരാൻ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് നമ്മൾ പോകണം. എന്തായാലും നമുക്ക് ഈ കൊല്ലം വളരെ നല്ലതാണ്. ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ, ഐശ്വര്യ പൂജ, ശത്രുമാര പൂജ ഇതും കൂടെയൊക്കെ ചെയ്ത് കാലഭൈരവനെയും വഹിച്ചാൽ ഏറ്റവും നല്ലതാണ്. ആ കാലഭൈരവ സ്വാമിയുടെ പ്രതിഷ്ഠ നക്ഷത്ര ഇടവത്തിലെ ചോദ്യമാണ്. പറ്റുമെങ്കിൽ വന്ന് തൊഴുക. നിങ്ങൾക്ക് കാലഭൈരവന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഭഗവാന്റെ കാര്യം നോക്കിയാൽ ഭഗവാൻ നിങ്ങളെ കാര്യം തീർച്ചയായിട്ടും നോക്കി തരും. അതുകൊണ്ട് പേടിക്കേണ്ട. എല്ലാവർക്കും ഈ വർഷം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതകം പരിശോധിച്ച് നോക്കണം. അതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രവും ഫീസ് ഇതൊക്കെ തരേണ്ടതുണ്ട്. അത് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം തന്നെ കിട്ടും. ജാതകത്തിൽ എന്തെങ്കിലും കുരുക്കുകളുണ്ടാകുന്ന നോക്കണമുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ശ്രദ്ധയും ഭക്തി പുരസ്സരമുള്ള ജീവിതശൈലി ഉണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തെ, നിങ്ങളുടെ ധനത്തെ തീർച്ചയായിട്ടും നമുക്ക് രക്ഷിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.